യുദ്ധഭൂമിയിൽ യുദ്ധത്തിനു മുൻപ് ശ്രീകൃഷ്ണ ഭഗവാൻ കൗരവ സദസ്സിൽ നടത്തിയ ദൂത് വിഫലമാണോ എന്നതാണ് ചോദ്യം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. യുദ്ധത്തിന് മുൻപ് ശ്രീകൃഷ്ണൻ ദൂതിന് പോകുമ്പോൾ അദ്ദേഹത്തിന് 2 ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് അർദ്ധലാഭവും മറ്റേത് അപവാദമില്ലായ്മയും. ആദ്യത്തേത് ശ്രീകൃഷ്ണന് നേടാൻ കഴിഞ്ഞില്ല. എന്നാലും അപവാദമില്ലായ്മ. എല്ലാവരുടെയും മനസ്സിൽ പാണ്ഡവർ യുദ്ധക്കൊതിയന്മാരായിരുന്നു. എന്നാൽ ഈ ദൂതിലൂടെ എല്ലാവരുടെയും മനസ്സിൽ ശ്രീകൃഷ്ണന് വ്യക്തമാക്കാൻ കഴിഞ്ഞു. അതായത് പാണ്ഡവർ യുദ്ധം ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചു, എന്നാൽ അത് സാധിക്കാത്തതാണെന്ന് സ്പഷ്ടമായി പറയാൻ ശ്രീകൃഷ്ണന് കഴിഞ്ഞു. നിങ്ങൾക്ക് സംസാരിക്കാം. ശ്രീകൃഷ്ണൻ ദൂത് അയച്ചത് ശ്രീകൃഷ്ണന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. യുദ്ധമുണ്ടായാൽ മനുഷ്യവംശത്തിനും മറ്റു ജീവജാലങ്ങൾക്കും നാശം മാത്രമാണ് ഉണ്ടാകുന്നത്. അത് 100,000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ശ്രീകൃഷ്ണൻ നമ്മെ എല്ലാം ബോധിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ദൂത് അയച്ചത്. എന്നാൽ അത് വെറും ഒരു ജലരേഖയായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യുദ്ധം നടന്നെങ്കിലും പാണ്ഡവർക്ക് രാജ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞെങ്കിലും അവരുടെ പ്രജകളെല്ലാം തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു. പഞ്ചപാണ്ഡവരും സാത്യകിയും ശ്രീകൃഷ്ണനും മാത്രമാണ് അവശേഷിച്ചത്. അതൊരു പൂർണ്ണ വിജയമായി കാണാൻ കഴിയുമോ? അവരിൽ പകുതി പേരും മരിച്ചു, അല്ലെങ്കിൽ അവരുടെ പകുതി പ്രജകളും നഷ്ടപ്പെട്ടു. അവർക്ക് അതൊരു പൂർണ്ണ വിജയമല്ലല്ലോ. കൃഷ്ണൻ പരമാവധി ശ്രമിച്ചിട്ടും യുദ്ധം നടന്നു. എങ്ങനെ ഇതിനെ പ്രതികരിക്കുന്നു? തീർച്ചയായും അതൊരു പൂർണ്ണ വിജയം തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാം. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതിമാം യോഭിജാനാതി കർമ്മഭിർന സബധ്യതേ. അങ്ങനെ ഇരിക്കെ കർമ്മം ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കൃഷ്ണൻ തന്റെ കർമ്മമാണ് ചെയ്തത്. കൃഷ്ണൻ ഒരു ദൂതനായാണ് പോയത്, അല്ലാതെ ലോകം അറിയുന്ന കാലജ്ഞനായിട്ടല്ല പോയത്. വെറും ഒരു ദൂതൻ മാത്രമായിട്ടാണ് പോയത്. ഒരു കർമ്മവും പാഴായി പോകുകയല്ല. എല്ലാ കർമ്മത്തിനും അതിൻ്റെതായ സ്ഥാനം ഈ ലോകത്തുണ്ട്. അതെങ്ങനെയാണ് ആകാതിരിക്കുക? പറയൂ, ഇത് വളരെ കൃത്യമായ ഒരു ആശയമാണ്. പാണ്ഡവരെ സംബന്ധിച്ച് ശ്രീകൃഷ്ണൻ അവരുടെ അഭിമാനവും അവരുടെ രാജ്യവും വീണ്ടെടുത്തു കൊടുക്കുക എന്നുള്ള ശ്രീകൃഷ്ണന്റെ കടമയായിരുന്നു. അത് നിറവേറ്റാൻ കഴിഞ്ഞെങ്കിലും അവർക്ക് ഒരു വൻ പരാജയം തന്നെയാണ് അവിടെ ഉണ്ടായത്. തന്റെ പ്രജകളെല്ലാം മരിച്ചിട്ടും തന്റെ രാജ്യം പകുതി നഷ്ടപ്പെട്ടിട്ടും അവർക്ക് എന്ത് വിജയമാണ് അവിടെ ഉണ്ടാവുന്നത്? അത് പരാജയം തന്നെയാണ്. പ്രജകളില്ലാതെ എന്ത് രാജ്യം? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കൃഷ്ണദൂത് വിഫലമാണെന്ന് നിങ്ങൾ സമർത്ഥിക്കുന്നത്? ഓരോ ആശയം എടുത്തുകൊണ്ട് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ചു. ശ്രീകൃഷ്ണൻ ദൂത് അയച്ചപ്പോൾ, ദൂത് പോയപ്പോൾ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞു, തന്റെ അർദ്ധ സഹോദരന്മാർക്ക് പകുതി രാജ്യം കൊടുക്കുക. അത് സമ്മതമല്ലെങ്കിൽ 5 ദേശം കൊടുക്കുക. അതും സമ്മതമല്ലെങ്കിൽ പാണ്ഡവർക്കായി 5 ഗൃഹങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ 5 പേർക്കുമായി 1 ഗൃഹമെങ്കിലും കൊടുക്കുക എന്നായിരുന്നു ആ ദൂതിൽ പരാമർശിച്ചത്. എന്നാൽ അതൊന്നും സാധ്യമല്ല എന്നായിരുന്നു കൗരവരുടെ വാദം. അതെല്ലാം വിഫലമായി പോയില്ലേ? കൃഷ്ണൻ വച്ചു നീട്ടിയതൊക്കെ വിഫലമായി പോയില്ലേ? എങ്ങനെ പ്രതികരിക്കുന്നു? എന്നാൽ വളരെയധികം പുണ്യം ചെയ്തവരാണ് ഭീഷ്മർ, ദ്രോണർ തുടങ്ങി അവിടെയുള്ള മഹാന്മാർ പലരും. അവർക്ക് ജീവിതം ധന്യമാകുന്ന തന്നെ ഭഗവാന്റെ ഒരു വിശ്വരൂപം, ആ ദൂതിലൂടെ ഭഗവാന്റെ മഹത്തായ വിശ്വരൂപം അവർ മരിക്കുന്നതിന് മുന്നേ അവർക്ക് കാണാൻ കഴിഞ്ഞില്ലേ? അതിൻ്റെ ഒരു ഫലം തന്നെയല്ലേ. വിഫലം എന്നാൽ ഫലം ഇല്ലാത്തത്, സഫലം എന്നാൽ ഫലത്തോടു കൂടിയത്. ഒരു ഫലമെങ്കിലും ഉണ്ടെങ്കിൽ അത് സഫലമാണ്. ഈ വിശ്വരൂപ ദർശനം ഒരു സഫലം തന്നെയല്ലേ? കൃത്യമായ അവരുടെ ഒരു ആശയമാണ് അവർ മുന്നോട്ട് വെച്ചത്. സഫലമായി എന്ന് തന്നെയാണ് അവർ വാദിക്കുന്നത്. കൗരവ പക്ഷത്തുള്ളവരെ സംബന്ധിച്ച് അത് ഫലമായിരുന്നു. എന്നാൽ പാണ്ഡവ പക്ഷത്ത് അത് വൻ പരാജയം തന്നെയല്ലായിരുന്നു. ഇരുപക്ഷക്കാർക്കും അത് ഫലമുണ്ടാകുമ്പോഴാണ് അത് പൂർണ്ണ ഫലമായി തീരുന്നത്. അല്ലാതെ ഒരു പക്ഷക്കാർക്ക് മാത്രം അത് ഫലമായി തീർന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ രീതിയിലെങ്കിലും വിഫലമാവുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ കൃത്യമായി മനസ്സിലാക്കാൻ കൗരവർക്ക് സാധിച്ചോ? തീർച്ചയായും സാധിച്ചില്ല. മരണാസന്ന നിലയിൽ കിടക്കുമ്പോൾ ശ്രീകൃഷ്ണനാണോ അത്, അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും വിശ്വരൂപമാണോ എന്ന് മനസ്സിലാക്കിയാൽ തന്നെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ പുണ്യം അനുഭവിക്കാനോ അവർക്ക് സമയം ലഭിച്ചില്ല. അവർ അത് കണ്ടതോടെ അവർ മരണമടഞ്ഞു കഴിഞ്ഞു. അത് അവർക്ക് വലിയ ഫലമായി ഞാൻ കാണുന്നില്ല. ഭഗവാന്റെ വിശ്വരൂപം വിഫലമാണെന്നാണ് ഇവർ പറയുന്നത്. അതിന്റെ സാധ്യതകൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് സൂചിപ്പിക്കാം? ഭഗവാന്റെ വിശ്വരൂപം തീർച്ചയായും സഫലം തന്നെയായിരുന്നു. പക്ഷെ സമയം ലഭിച്ചില്ല എന്ന് പറയുന്നത് അത് തെറ്റാണ്. കാരണം സാമം, ദാനം, ഭേദം, ദണ്ഡം ഇവയാണല്ലോ ചതുരുപായങ്ങൾ. ഇവയിലൂടെ എല്ലാം പോയിട്ടാണ് ഭഗവാൻ യുദ്ധം എന്ന അവസാന പടിയിലേക്ക് കടന്നത്. ഭേദമായിരുന്നു ആ ദൂത് പോലും അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം മാത്രമാണ് യുദ്ധം എന്ന
പോയത്. അപ്പോൾ ദൂതന്റെ ചില ഉദ്ദേശങ്ങൾ സഫലമാകുക തന്നെ ചെയ്തു. അപ്പോൾ അത് സഫലം തന്നെയാണ്. മാത്രവുമല്ല, ധൃതരാഷ്ട്രർ അദ്ദേഹമായിരുന്നു രാജാവ്. അദ്ദേഹത്തിന് യുദ്ധം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹം ചെയ്തതാണ് തെറ്റ്. പാണ്ഡവരുടെ പക്ഷത്ത് ഞാനൊരു തെറ്റും കാണുന്നില്ല. അവർ പൂർണ്ണമായും ഇത് സഫലം തന്നെയാണ്. ഇനി 2 മിനിറ്റേ ഉള്ളൂ. കൃത്യമായി നിങ്ങളുടെ പോയിന്റുകൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് സംസാരിക്കാം. പാണ്ഡവരുടെ പക്ഷം പിടിച്ച് ദൂതുമായി ശ്രീകൃഷ്ണൻ പോയപ്പോൾ തന്റെ സഹോദരന്മാർ തന്റെ സഹോദരന്മാരല്ലെന്നും അവർക്ക് അവകാശപ്പെട്ടതൊന്നും തന്നെ കൊടുക്കില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്തപ്പോഴാണ് യുദ്ധത്തിലോട്ട് നയിച്ചത്. അത് പല നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വ്യക്തമായി നമുക്ക് കാണാം. എല്ലാവിധ ഫലങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പൂർണ്ണ ഫലത്തിലോട്ട് നയിക്കുന്നത്. അവിടെ ഒരിക്കലും അത് കാണാൻ സാധിക്കുന്നില്ല നമുക്ക്. യുദ്ധം നാശത്തിലേക്കല്ലേ നയിച്ചത്? നിങ്ങൾക്ക് സംസാരിക്കാം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഒരു കർമ്മം ചെയ്താൽ അതിനൊരു മറ്റൊരു വശം ഉണ്ടെന്ന് തീർച്ചയായും നമുക്കറിയാം. അതിന്റെ ഒരു മറ്റൊരു വശമാണ് മരണം എന്നുള്ളത്. യുഗാന്തരങ്ങൾ കഴിയുമ്പോൾ മറ്റു യുഗങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ മറ്റൊരു ഭാഗം തന്നെയാണ് മരണം. കർമ്മം ചെയ്തതാണ് ഏറ്റവും വലിയ ധർമ്മം. നിങ്ങൾക്ക് അത്യാവശ്യമായി പറയേണ്ട പോയിന്റ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ബാക്കിയുള്ളവരെ പോലെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ? രണ്ടുപേർക്കും ഗണനീയനല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ ദൂതിന് ഫലം ഉണ്ടാകണമായിരുന്നു, തീർച്ചയായും ഉണ്ടാകണമായിരുന്നു. എന്നാൽ അവിടെ ഒരു ഫലവും കാണാൻ കഴിയുന്നില്ല തന്നെയാണ് എന്റെ വാദം. നിർധനരുടെ കേഴൽ ലോകം കേൾക്കുന്നില്ല. നിർധനർ ഇലയും കായും കനികളും ഒന്നുമില്ലാത്ത ഉണങ്ങിയ മരം പോലെയാണ്. അവർ ജീവിക്കുന്നത് തന്നെ മരണം പോലെയാണ്. അങ്ങനത്തെ അവസ്ഥയായിരുന്നു യുധിഷ്ഠിരന്. അതിൽ നിന്ന് യുദ്ധത്തിലൂടെ ആണെങ്കിലും അവരുടെ രാജ്യവും അവർ ചോദിച്ചത് മിനിമം ഒരു ഗൃഹമാണ്. അതുപോലും കൊടുക്കാത്തത് കൊണ്ടാണ് യുദ്ധം നടന്നത്. വളരെ നന്നായി. വളരെ നല്ല ആശയങ്ങളായിരുന്നു.